ഹലോ, ഷെന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ PYQ ആണ്. 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 41 നോക്കാം. വിച്ച് ഇൻഫോർമൽ fallacies committed in the following argument? Scientists have been trying for centuries to disprove the claims of astrology. സയൻറ്റിസ്റ്റുകൾ കുറേ വർഷങ്ങളായിട്ട് ആസ്ട്രോളജിയുടെ ക്ലെയിമുകളെ തിരസ്കരിക്കാൻ, ഡിസ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് നൺ ഓഫ് ദം ഹാസ് എവർ സക്സീഡഡ്. പക്ഷേ ഒരു സയൻറ്റിസ്റ്റിനും ഈ ആസ്ട്രോളജിയിൽ, ജ്യോതിഷത്തിലുള്ള ആളുകളുടെ ക്ലെയിമുകളെ ഡിസ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. Therefore, we must conclude that astrology's claims are true. ആസ്ട്രോളജിയുടെ ക്ലെയിമുകൾ ട്രൂ ആയിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? അതെന്താണ്? ആർഗ്യുമെൻറ്റം ആഡ് ഇഗ്നൊറാൻഡം, ആർഗ്യുമെൻ്റ് ഓഫ് ഇഗ്നറൻസ്. നമ്മുടെ അറിവില്ലായ്മയല്ലേ അത്? നമ്മൾ മുന്നേ കണ്ടില്ലേ, ഞാനത് പ്രൂവ് ചെയ്തിട്ടില്ല തെറ്റാണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. സോ എന്താണ്? ആർഗ്യുമെൻറ്റം ആഡ് ഇഗ്നൊറാൻഡം ഓർ ആർഗ്യുമെൻ്റ് ഓഫ് ഇഗ്നറൻസ് സെയിം ആണ്. ഓക്കെ, question number 42. To find my way about in a village, I ask a resident for guidance. വില്ലേജിലൊരു സ്ഥലത്തേക്ക് വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിഡൻറ്റിൻ്റെ അടുത്ത് ഗൈഡൻസ് ചോദിക്കുവാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് നോളജ് ഈസ് യൂസ്ഡ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എന്ത് തരം പ്രമാണമായിരിക്കും യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരാളോട് വഴി ചോദിക്കുന്നു, അയാൾ പറയുന്ന വഴി അനുസരിച്ച് ഞാൻ പോകുന്നു. അതെന്താണ് അവിടെ? ശബ്ദ പ്രമാണം. അയാൾ പറയാണ് വലത്തോട്ട് നേരെ പോയിട്ട് വലത്തോട്ട് തിരിയണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള നോളജാണ് നമ്മൾ അവിടെ എടുക്കുന്നത്? ശബ്ദ പ്രമാണമാണ് എടുക്കുന്നത്, അല്ലേ? സോ അതെന്താണ്? ശബ്ദ. ഇനി question number 43. The death penalty in certain western countries has led to increase in crime rate leading to greater number of inmates in their prisons. അതായത് വെസ്റ്റേൺ കൺട്രീസിൽ ഡെത്ത് പെനാലിറ്റി കാരണം ക്രൈം റേറ്റുകൾ കൂടി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻമേറ്റ്സും കൂടി. Therefore, death penalty is not justifiable. അതുകൊണ്ട് തന്നെ ഡെത്ത് പെനാലിറ്റി ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താണ്? ഫോൾസ് കോസ് അല്ലേ? തെറ്റായൊരു കാരണമല്ലേ? അത് ഇവിടെ പറഞ്ഞേക്കുന്ന കാരണവും ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, അല്ലേ? ഡെത്ത് പെനാലിറ്റി കൂടി അതുകൊണ്ട് ഇൻമേറ്റ്സ് കൂടി, അതുകൊണ്ട് ഡെത്ത് പെനാലിറ്റി കൊടുക്കാൻ പാടില്ല എന്നെങ്ങനെ പറയാൻ പറ്റും, അല്ലേ? ഓക്കെ, അപ്പോൾ അത് ഫോൾസ് കോസ് ആണ്. പിന്നെ അത് വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. ഡെത്ത് പെനാലിറ്റി കൂടുമ്പോൾ ഇൻമേറ്റ്സ് എങ്ങനെ കൂടുക? ഇൻമേറ്റ്സ് കുറയുമല്ലേ വേണ്ടത്? അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന കാരണം തെറ്റാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അല്ലേ? ഫോൾസ് കോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. According to the classical Indian school of logic, in the process of inference, the reasoning proceeds from particular to particular through universal. അപ്പോൾ ഇന്ത്യൻ ലോജിക്കിൽ നമ്മൾ പെർട്ടിക്കുലറിൽ നിന്ന് പെർട്ടിക്കുലറിലേക്കാണ് പോവുക ത്രൂ യൂണിവേഴ്സൽ. ഇത് കാണാതെ പഠിച്ചു നോക്കുക. ഇന്ത്യൻ ലോജിക്കിൽ വി മൂവ് ഫ്രം പെർട്ടിക്കുലർ ടു പെർട്ടിക്കുലർ ത്രൂ യൂണിവേഴ്സൽ. അതൊരു ഫാക്റ്റാണ്, അതങ്ങ് പഠിച്ചു വെക്കുക. Okay, question number 45. According to classical Indian school of logic, knowledge resulting from prior knowledge of invariable concomitance between two objects is called. അതായത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മളൊരു നോളജ് അക്വയർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അനുമാന, അല്ലേ? നേരത്തെ മനസ്സിലാക്കുന്ന അതിൽ നിന്ന് നമ്മൾ അനുമാനത്തിലേക്ക് എത്തിച്ചേരുമല്ലേ? അപ്പോൾ അതെന്താണ്? നേരത്തെ നമുക്ക് അറിയാവുന്ന ഒരു നോളജിനെ വെച്ചിട്ട് നമ്മളൊരു റിസൾട്ടിലേക്ക് എത്തുവാണെങ്കിൽ അതെന്താണ്? അനുമാന. ഓക്കെ, question number 46 നോക്കാം. Which fallacy is committed in the following argument? Grades awarded to a student are not truly reflective of the subtle nuances of the student's performance. അതായത് ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഗ്രേഡ് ശരിക്കും അവരുടെ സട്ടിൽ നുവാൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയ ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനൊന്നും എന്ത് ചെയ്യുന്നില്ല? റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ കൊടുക്കുന്ന ഗ്രേഡ് ആ കുട്ടി ആ എക്സാമിന് എഴുതിയ മാർക്കിന് മാത്രമുള്ളതാണ്. അതല്ലാതെ ആ കുട്ടിയുടെ മറ്റ് മേഖലകളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല? അത് ടച്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഫോർ സ്റ്റുഡൻസ് വർക്ക് ഷുഡ് നോട്ട് ബി ഗ്രേഡഡ് അറ്റ് ഓൾ. അതുകൊണ്ട് കുട്ടികളുടെ വർക്കിന് ഗ്രേഡേ ചെയ്യാൻ പാടില്ല. കാരണം കുട്ടികളുടെ സമസ്ത മേഖലയും കവർ ചെയ്യുന്നില്ല ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രേഡേ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? അത് ഹേസ്റ്റി ജനറലൈസേഷൻ ആണ്. അതുകൊണ്ട് അത് കൊടുക്കാനേ പാടില്ല എന്ന് പറയുമ്പോൾ ഷുഡ് നോട്ട് ബി ഗ്രേഡഡ് അറ്റ് ഓൾ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജനറലൈസ് ചെയ്യുവാണ് നമ്മൾ, അല്ലേ? അതെന്താണ്? ഒരു ഇൻസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുവാണെങ്കിൽ, ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുവാണ്. ആ അറ്റ് ഓൾ, ഒരിക്കലും എന്ന് പറയുമ്പോൾ അതൊരു ജനറലൈസേഷനാണ്, ഹേസ്റ്റി ജനറലൈസേഷൻ. നമുക്ക് അങ്ങനെ പെട്ടെന്നത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Supporters of the ABC political party are against gun control and Republicans are also against gun control. So some Republicans must be supporters of ABC political party. അതെന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ. എന്തുകൊണ്ടാണ് ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിൽ വന്നത്? ഇവിടെ നോക്കാം,
Supporters of ABC political party are against gun control. Republicans are also against gun control. ഇവിടെ ഗൺ കൺട്രോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ മിഡിൽ ടേം അല്ലേ. രണ്ട് പ്രിമൈസിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ടേമാണ് ഗൺ കൺട്രോൾ. അതാണ് മിഡിൽ ടേം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡിൽ ടേം എപ്പോഴും ആദ്യത്തെ പ്രിമൈസിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ പ്രിമൈസിൽ അത് പ്രെഡിക്കേറ്റ് ആയിട്ടായിരിക്കണം വരേണ്ടത്. അതായത് ABC പൊളിറ്റിക്കൽ പാർട്ടി ആർ അഗെയിൻസ്റ്റ് ഗൺ കൺട്രോൾ. അവിടെ ഗൺ കൺട്രോൾ എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആണ്. രണ്ടാമത്തെ പ്രിമൈസ് നോക്കിയേ, റിപ്പബ്ലിക്കൻസ് ആർ ഓൾസോ അഗെയിൻസ്റ്റ് ഗൺ കൺട്രോൾ. അവിടെയും ഗൺ കൺട്രോൾ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മിഡിൽ ടേം എന്തല്ല, പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അപ്പോൾ പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയ മിഡിൽ ടേം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവണമെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ പ്രിമൈസിൽ മിഡിൽ ടേം സബ്ജക്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ മിഡിൽ ടേം എന്തായിരിക്കണം, പ്രെഡിക്കേറ്റ് ആയിരിക്കണം. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ മിഡിൽ ടേം പ്രെഡിക്കേറ്റ് ആണെങ്കിൽ രണ്ടാമത്തതിൽ സബ്ജക്റ്റ് ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം മിഡിൽ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആവേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്കൊരു പ്രോപ്പർ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മിഡിൽ ടേം എന്തല്ല, പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അൺഡിസ്ട്രിബ്യൂട്ടഡ് മിഡിലാണ് ഇവിടെ വന്നേക്കുന്ന ഫാലസി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which informal fallacy is committed in the following argument? The quality of higher education in our country has been declining for years. 4 years ആണ്, വർഷങ്ങളായിട്ട് എന്നുള്ള അർത്ഥത്തിൽ. for years. Therefore, we can conclude beyond doubt that university teachers are not doing their job these days. False cause ആണ്. Hasty generalization വരില്ല. എന്തുകൊണ്ടാണ്? ഓൾ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എന്ന് പറയുന്നില്ല. അതായത് ഇവിടെ കാരണം പറഞ്ഞേക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം, യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അവരുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതും അതിൻ്റെ ക്വാളിറ്റി ഡിക്ലൈൻ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. ക്വാളിറ്റി ഡിക്ലൈൻ ചെയ്യുന്നത് ടീച്ചേഴ്സ് ജോലി ചെയ്യാത്തത് കൊണ്ട് മാത്രമായിരിക്കില്ല അല്ലേ. ക്വാളിറ്റി കുറയണമെങ്കിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെന്താണ്, ഫോൾസ് കോസ് ആണ് ആൻസർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതൊരു കാരണം മാത്രമാണ്. അതായത് ടീച്ചേഴ്സ് പ്രോപ്പറായിട്ട് ജോലി ചെയ്യാത്തത് ഒരു കാരണം മാത്രമാണ്. അതുകൊണ്ട് മാത്രമല്ല അത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫോർമൽ ഫാലസി ഈസ് കമ്മിറ്റഡ് ഇൻ ദി ഗിവൺ ആർഗ്യുമെൻറ്റ്? ഓൾ അത്ലീറ്റ്സ് ആർ സ്പോർട്സ് പേഴ്സൺ. No actor is an athlete, therefore no actors are sports person. ഇവിടെ fallacy of illicit process of major term. ഇവിടെ എന്താണ് ഇല്ലിസിറ്റ് പ്രോസസ് ഓഫ് മേജർ ടേം എന്ന് പറയാം. ഇപ്പം നമ്മുടെ കൺക്ലൂഷൻ്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം എന്ന് നമുക്കറിയാം. എന്താണ് കൺക്ലൂഷൻ്റെ പ്രെഡിക്കേറ്റ്? സ്പോർട്സ് പേഴ്സൺ അല്ലേ. സ്പോർട്സ് പേഴ്സൺ ആണ് മേജർ ടേം. കാരണം എന്താണ്, കൺക്ലൂഷൻ്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്, നോ ആക്ടേഴ്സ് ആർ സ്പോർട്സ് പേഴ്സൺ. അപ്പോൾ സ്പോർട്സ് പേഴ്സൺ ആണ് മേജർ ടേം. ഇനി ആ മേജർ ടേം പ്രിമൈസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ നോക്കുക. ഓക്കെ, ഓൾ അത്ലീറ്റ്സ് ആർ സ്പോർട്സ് പേഴ്സൺ. അവിടെയാണല്ലോ ഈ മേജർ ടേം ആയ സ്പോർട്സ് പേഴ്സൺ വരുന്നത്. അവിടെ സ്പോർട്സ് പേഴ്സൺ ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? ഓളിൻ്റെ കേസിൽ എന്തിന് മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്? സബ്ജക്റ്റിന് മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോൾ ഓൾ അത്ലീറ്റ്സ്, അവിടെ അത്ലീറ്റ്സിന് മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൂ, സ്പോർട്സ് പേഴ്സൺ ഇല്ല. അപ്പം മേജർ ടേമിന് പ്രിമൈസിൽ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ അതെന്താണ്, ഫാലസി ഓഫ് ഇല്ലിസിറ്റ് പ്രോസസ് ഓഫ് മേജർ ടേം ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം, കൺക്ലൂഷൻ്റെ സബ്ജക്റ്റ് ആണ് മൈനർ ടേം. ഇനി മൈനർ ടേമിന് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിലോ അത് ഫാലസി ഓഫ് ഇല്ലിസിറ്റ് പ്രോസസ് ഓഫ് മൈനർ ടേം ആയനെ. ഇവിടെ നോക്കിയേ, ആക്ടേഴ്സ് ആണ് മൈനർ ടേം. മൈനർ ടേം ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ നോക്കിയേ, നോ ആക്ടർ ഈസ് എൻ അത്ലീറ്റ്. അവിടെ ആക്ടറും അത്ലീറ്റിനും ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ. സോ അവിടെ രണ്ടിനും ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് അവിടെ എന്തല്ല, ഫാലസി ഓഫ് ഇല്ലിസിറ്റ് പ്രോസസ് ഓഫ് മൈനർ ടേം വരില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ മേജർ ടേമിന് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ ഫാലസി ഓഫ് ഇല്ലിസിറ്റ് പ്രോസസ് ഓഫ് മേജർ ടേം, മൈനർ ടേമിന് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ ഫാലസി ഓഫ് ഇല്ലിസിറ്റ് പ്രോസസ് ഓഫ് മൈനർ ടേം. രണ്ടും ഇതിൽ നിന്ന് തന്നെ അങ്ങ് മനസ്സിലാക്കി പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In Nyaya's syllogism, all the 3 terms stand synthesized in which of the following steps of inferential process? ആപ്ലിക്കേഷനിലാണ്, അതായത് അപ്ലൈ ചെയ്യുമ്പോഴാണ് മൂന്ന് ടേമുകളും വരുന്നത്. ഓക്കെ, നമ്മൾ കാര്യം അപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ ഈ 3 ടേമും എന്താണ് ഫോർ ഫ്രണ്ടിലേക്ക് വരുന്നത്. അതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, എ വൈസ് സേജ് എന്ന് വെച്ചാൽ സന്യാസി അല്ലേ. എ വൈസ് സേജ് ഹാസ് സെഡ്, ദ ഹങ്കർ ഫോർ നോളജ് ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ദാൻ ഹങ്കർ ഫോർ ഫുഡ്, ദെർഫോർ വൺ ഷുഡ് സ്റ്റിക്ക് ടു ഫുഡ്. എന്താണ്, ഇറെലവൻറ്റ് കൺക്ലൂഷൻ അല്ലേ. എന്തുകൊണ്ടാണ്? നോളേജിനുള്ള ഹങ്കർ
ഫുഡിനുള്ള ഹങ്കറിനേക്കാളും റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ സ്റ്റിക്ക് ചെയ്യണം എന്ന് പറയുന്നത് തന്നെ എന്താണ്, അതിൽ നിന്ന് ഒരു ബന്ധമില്ലാത്തൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ് അല്ലേ. നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രിമൈസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കൺക്ലൂഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറെലവൻറ്റ് കൺക്ലൂഷനാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 52 നോക്കാം. ഐഡൻറ്റിഫൈ ദ ഫാലസി കമ്മിറ്റഡ് ഇൻ ദി ഫോളോയിങ് ആർഗ്യുമെൻറ്റ്. ആൻ എലഫൻറ്റ് ഈസ് എൻ ആനിമൽ, ദെർഫോർ എ സ്മോൾ എലഫൻറ്റ് ഈസ് എ സ്മോൾ ആനിമൽ. ഫാലസി ഓഫ് ഇക്വിവൊക്കേഷൻ, ആ ബേർഡാണ്. എലഫൻ്റ് ഒരു ആനിമലാണ്, അതുകൊണ്ട് സ്മോൾ എലഫൻറ്റ് സ്മോൾ ആനിമൽ ആയിരിക്കും എന്ന് പറയുന്നത് ഫാലസി ഓഫ് ഇക്വിവൊക്കേഷൻ. ആ വേർഡ് ഉപയോഗിക്കുന്നത് കാരണം ഉണ്ടാകുന്ന തെറ്റാണ്. അപ്പോൾ സ്മോൾ എലഫൻ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ആനിമൽ എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് എടുക്കുന്ന ആ എലഫൻ്റ് എന്ന് പറയുന്ന ആ വേർഡ് തെറ്റായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടുള്ളതാണ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാലസി ഇൻവോൾവ്സ് ഡിഫക്റ്റീവ് ഇൻഡക്ഷൻ? ദി ആർഗ്യുമെൻറ്റ് ഫ്രം ഇഗ്നറൻസ് അല്ലേ, ഇഗ്നറൻസ് കാരണം ഉണ്ടാകുന്നത് ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാലസിയാണ്. ഓക്കെ, അഗെയിൻ അതും ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ന്യായ സിലോജിസം, ഇൻഫറൻസ് ഫോർ വൺ സെൽഫ് ഈസ് കോൾഡ് സ്വാർത്ഥാനുമാന. കറക്റ്റ് ആണ്. സ്വാർത്ഥാനുമാന ഇസ് സിലോജിസം ആൻഡ് ഹാസ് ടു ബി പ്രസൻറ്റഡ് ഇൻ ലാംഗ്വേജ്. സ്വാർത്ഥാനുമാന ലാംഗ്വേജിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലേ. സ്വാർത്ഥാനുമാനം നമുക്ക് വേണ്ടി നമ്മൾ അനുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്, അതിന് ലാംഗ്വേജ് ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂവും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോൾസുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, വെൻ ഇൻഫറൻസ് ഈസ് ബേസ്ഡ് നോട്ട് ഓൺ കോസേഷൻ ബട്ട് ഓൺ യൂണിഫോമിറ്റി ഓഫ് കോ എക്സിസ്റ്റൻസ്, വാട്ട് ഈസ് ഇറ്റ് കോൾഡ് ആസ് പെർ ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക്? അതായത് ഇൻഫറൻസ് കോസേഷനെ ബേസ്, അതായത് കോസിനെ ബേസ് ചെയ്തിട്ടല്ല, തമ്മിലുള്ള ബന്ധത്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതെന്തായിരിക്കും, സാമാന്യത ദൃഷ്ട എന്നാണ്. അതായത് കമ്പാരിസൺ അല്ലേ, സാമാന്യത ദൃഷ്ട, സിമിലാരിറ്റി കൊണ്ടിട്ടുള്ള കൺക്ലൂഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ സാമാന്യത ദൃഷ്ട എന്നാണ് പറയുക. കാരണമല്ല, അതായത് ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, അതുകൊണ്ട് നമ്മളൊരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. അതെന്താണ്, സാമാന്യത ദൃഷ്ട. ഓക്കെ, വെൻ ഐ closed my the cat was sitting on the table. When I closed, അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. Let me read the sentence. When I closed my eyes, the cat was sitting on the table. When I opened my eyes, I found it sitting on the chair. Therefore, I can conclude that the cat must have moved from table to the chair while my eyes were closed. According to classical Indian philosophy, which of the following means of knowledge is used in the argument? എന്തായിരിക്കും, അർത്ഥപതി. നമ്മളത് കണ്ടില്ല അല്ലേ, കാണാതെ ഒരു കാര്യത്തിലേക്ക് എത്തുന്ന എന്താണ്, പോസ്റ്റുലേഷനാണ് അല്ലെങ്കിൽ അർത്ഥപതിയാണ്. അനുമാനം വരില്ല കേട്ടോ. അനുമാനം നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇഫക്റ്റോ കാണണം അല്ലേ, അല്ലെങ്കിൽ കോസ് കാണണം, അല്ലെങ്കിൽ ഇഫക്റ്റ് കാണണം. ഇത് നമ്മൾ കാണാത്തൊരു കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുവാണ്. അതിന് അർത്ഥപതി എന്നാണ് പറയുക അല്ലേ. കുട്ടികൾ ക്ലാസ്സിൽ വന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുകയാണ്, അപ്പോൾ കുട്ടികൾ ലൈബ്രറിയിൽ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നതാണ് അർത്ഥപതി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അനുപലബ്ധി എന്ന് പറയുന്നതോ, ഇവിടെ ഒരു പുഴയില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുന്നത് അനുപലബ്ധി. അർത്ഥപതി എന്ന് പറയുന്നത് നിങ്ങൾ കാണാതെ ഒരു കാര്യത്തിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. 3 മാറിപ്പോവരുത്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ, മാറിപ്പോവരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ വിത്തൗട്ട് എ പേർപ്പസ് ഈസ് ലൈക്ക് എ കാർ വിത്ത് നോ എൻജിൻ ആൻഡ് ദാറ്റ് ഈസ് യൂസ്ലെസ് പീസ് ഓഫ് മെഷീനറി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്. എ പേഴ്സൺ വിത്തൗട്ട് എ പേർപ്പസ് ഈസ് ലൈക്ക് എ കാർ വിത്ത് നോ എൻജിൻ and that is useless piece of machinery is an example of analogical argument. Statement 2 നോക്കാം. A person with no purpose is like a car with no engine and that is a useless piece of machinery is an example of നോൺ ആർഗ്യുമെൻറ്റേറ്റീവ് യൂസ് ഓഫ് അനലജി. അതാണ് കറക്റ്റ്, മറ്റേ തെറ്റാണ്. അതായത് അനലജിക്കൽ എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കുന്നത് ഒരു സിമിലാരിറ്റി ഇല്ലാത്ത കാര്യമല്ലേ. അതായത് ഒരു പേർപ്പസ് ഇല്ലാത്ത പേഴ്സൺ വിത്തൗട്ട് എ പേർപ്പസ്, ഒരു പേർപ്പസും ഇല്ലാത്ത മനുഷ്യൻ എൻജിൻ ഇല്ലാത്ത കാറ് പോലെയാണെന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒരു അനലജി അല്ല, ഒരു കമ്പാരിസൺ അല്ല. അപ്പം അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. എന്ത് തരം അനലജിയാണത്? നോൺ ആർഗ്യുമെൻറ്റേറ്റീവ് യൂസ് ഓഫ് അനലജിയാണ്. അതായത് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫാലസി അല്ല, അനലജി അല്ല. അപ്പോൾ അതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അല്ല, ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു അനലജി യൂസ് ചെയ്യില്ല. ആർഗ്യൂ ചെയ്യാനാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള കമ്പാരിസൺ അല്ലേ എടുക്കുക, അത്രയും ആലോചിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
The secretaries have asked us to provide launch areas where they can spend their coffee breaks. അതായത് സെക്രട്ടറീസ് ലോഞ്ച് ഏരിയ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സോ ദാറ്റ് ദേ ക്യാൻ സ്പെൻഡ് ദെയർ കോഫി ബ്രേക്ക് അല്ലേ, ബ്രേക്ക് കിട്ടുമ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു ലോഞ്ച് ഏരിയ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് റിക്വസ്റ്റ് വിൽ ഹാവ് ടു ബി റിഫ്യൂസ്ഡ്. ഈ റിക്വസ്റ്റ് നമ്മൾ റിഫ്യൂസ് ചെയ്യണം. അതായത് സെക്രട്ടറീസ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കോഫി കുടിക്കാനൊക്കെ ഒരു ലോഞ്ച് ഏരിയ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിക്വസ്റ്റ് നമ്മൾ റിഫ്യൂസ് ചെയ്യണം. എന്തിനാണ് റിഫ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത്? ഇഫ് വി ഗിവ് ദം ലോഞ്ച് ഏരിയ, നമ്മളിപ്പോൾ അവർക്ക് ലോഞ്ച് ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ദേ വിൽ ആസ്ക് ഫോർ സ്പാസ്. ഇനി അവർ സ്പാ വേണമെന്ന് പറയും, പിന്നെ സ്വിമ്മിംഗ് പൂൾ വേണമെന്ന് പറയും, ദെൻ ഇറ്റ് വിൽ ബി യോഗ സെൻറ്റേഴ്സ്, പിന്നെ യോഗ സെൻറ്റേഴ്സ് വേണമെന്ന് പറയും, പിന്നെ ഫിറ്റ്നസ് ജിമ്മ് വേണമെന്ന് പറയും. എക്സ്പെൻഡിച്ചർ ഫോർ ദീസ് ഫെസിലിറ്റീസ് വിൽ ഡ്രൈവ് us into bankruptcy. ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കടത്തിലാവും. ഇത് പറയുന്നത് എന്താണ്? സ്ലിപ്പറി സ്ലോപ്പ് അല്ലേ. ഒന്ന് അടുത്തതിലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും എന്ന് പറയുന്നത് എന്താണ്? സ്ലിപ്പറി സ്ലോപ്പ്. വെരി സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ന്യായ, യൂണിവേഴ്സൽസ് ആർ ഇറ്റേണൽ എൻറ്റിറ്റീസ് വിച്ച് ആർ ഡിസ്റ്റിങ്ക്ട് ഫോം ബട്ട് ഇൻഹർ ഇൻ മെനി ഇൻഡിവിജ്വൽസ്. അതായത് ന്യായ എന്ന് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു ന്യായ സിലോജിസം, യൂണിവേഴ്സൽസ് എന്ന് പറയുന്നത് ചില ഇറ്റേണൽ ആയിട്ടുള്ള എൻറ്റിറ്റിയാണ്. യൂണിവേഴ്സൽ അല്ലേ, എന്താണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റേണൽ ആയിട്ടുള്ള, ഒരിക്കലും നശിക്കാത്തൊരു എൻറ്റിറ്റിയാണ്. വിച്ച് ആർ ഡിസ്റ്റിങ്ക്ട് ഫ്രം ബട്ട് ഇൻഹർ ഇൻ മെനി ഇൻഡിവിജ്വൽസ്. ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് യൂണിവേഴ്സൽ എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? ട്രൂ ആണ്. ഇനി ദ യൂണിവേഴ്സൽ ഈസ് ദ ബേസിസ് ഓഫ് നോഷൻ ഓഫ് സെയിംനെസ് ബട്ട് വി ഹാവ് വിത്ത് റിഗാർഡ് ടു ഓൾ ദി ഇൻഡിവിജ്വൽസ് ഓഫ് എ സർട്ടൻ ക്ലാസ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ നോഷൻ ഓഫ് സെയിംനെസ് അല്ലേ. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഉള്ളതാണ്, ഒരു സെയിംനെസ് ഉണ്ട് അവിടെ, അതും ട്രൂ ആണ് അല്ലേ. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ. ഇതൊക്കെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. കുറച്ചൊക്കെ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതെല്ലാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശേഷാവത ഇസ് ദ ഇൻഫറൻസ് ഓഫ് വാട്ട് റിമെയിൻസ് ബൈ എലിമിനേഷൻ ഓഫ് ദി ഇറെലവൻറ്റ് അല്ലേ. ശേഷാവതം എന്ന് പറയുന്നത് ഇറെലവൻ്റ് ആയിട്ടുള്ളത് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി എന്താണോ അതിനെ നമ്മൾ ഇൻഫർ ചെയ്യുന്നതാണ്. ശരിയാണ്. ശേഷാവത് ഇൻഫറൻസ് കറസ്പോണ്ട്സ് ടു ദി മെത്തേഡ് ഓഫ് റെസിഡ്യൂ ഇൻ വെസ്റ്റേൺ ഇൻഡക്റ്റീവ് ലോജിക്. അതായത് ബാക്കിയുള്ളത് എന്താണോ അതിന് നമ്മൾ, അതായത് ഇപ്പം ശേഷാവതിൽ എന്താണ്, ആ മഴ പെയ്ത് ബാക്കി ഉണ്ടായിരുന്ന വെള്ളത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആ കൺക്ലൂഷനിലേക്ക് എത്തിയത് അല്ലേ. അപ്പോൾ ബാക്കി അവശേഷിക്കുന്ന എന്താണോ അതിനെ വെച്ചിട്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം എന്താണ്? ട്രൂ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർഗ്യുമെൻറ്റ് ഈസ് ഫെലേഷ്യസ് ബിക്കോസ് മേജർ ടേം ഈസ് ഓൾ പെർവേസീവ് ആൻഡ് മിഡിൽ ടേം ഈസ് ഓൾ ഇൻക്ലൂസീവ്. എവറിത്തിങ് ഈസ് നെയിമബിൾ ബിക്കോസ് ഇറ്റ് ഈസ് നോവബിൾ. ഇവിടെ എവറിത്തിങ് ഈസ് നെയിമബിൾ. നെയിമബിൾ എന്ന് പറയുന്നത് എന്താണ്? മേജർ ടേം ആണ്. ഈ മേജർ ടേം എല്ലായിടത്തും ഇല്ലേ, എല്ലാത്തിനും പേരുണ്ട്. അപ്പോൾ മേജർ ടേം ഓൾ പെർവേസീവ് ആണ്. ഇനി എന്താണ് മിഡിൽ ടേം? നോവബിൾ. മിഡിൽ ടേം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എല്ലാം നമുക്ക് നോവബിൾ അല്ലേ. അപ്പോൾ ഇവിടെ ഏത് എക്സാമ്പിളാണ് മേജർ ടേം ഓൾ പെർവേസീവും മിഡിൽ ടേം ഓൾ ഇൻക്ലൂസീവും ആവുന്നത്? എവറിത്തിങ് ഈസ് നെയിമബിൾ ബിക്കോസ് ഇറ്റ് ഈസ് നോവബിൾ. പെർവേസീവ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളത്, ഇൻക്ലൂസീവ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ അബൌട്ട് ദി പ്രൊപ്പോസിഷൻ എ ഷിപ്പ് ഹാസ് മാസ് ദെർഫോർ ഓൾ പാർട്സ് ഓഫ് ഷിപ്പ് ഹാസ് മാസ്? ഫാലസി ഓഫ് ഡിവിഷൻ ആണെന്ന് വിചാരിക്കും. അല്ല, എ ഷിപ്പ് ഹാസ് മാസ്. ഷിപ്പിന് മാസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാ പാർട്ടിനും മാസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഷിപ്പിൻ്റെ അതേ മാസ് ഉണ്ടാവും എന്നല്ല. അതുകൊണ്ട് എന്താണ് ഇതിൽ ഫാലസി ഒന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ പാർട്ടിനും വെയിറ്റ് ഉണ്ടാവില്ലേ, ഷിപ്പിന് അത്രയും വെയിറ്റ് ഉണ്ടാവും എന്നല്ല പറയുന്നത്. ഷിപ്പിന് നല്ല ഭാരമുണ്ട്, അതുകൊണ്ട് എല്ലാ പാർട്ടിനും നല്ല ഭാരം ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ അത് ഫാലസിയാണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഷിപ്പിന് ഭാരമുണ്ട്, അതുപോലെ തന്നെ പാർട്ടിന് അതിൻ്റേതായ ഭാരം ഉണ്ടാവും. ഒരു ഫാലസി ഇല്ല അവിടെ അല്ലേ. മാറിപ്പോവരുതേ. പെട്ടെന്ന് നമ്മൾ ഫാലസി ഓഫ് ഡിവിഷൻ ആണോ എന്ന് വിചാരിക്കും. ഷിപ്പിന് നല്ല ഭാരമുണ്ട്, അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിന് നല്ല ഭാരം ഉണ്ടാവും എന്ന് പറയുവാണെങ്കിൽ അതെന്ത്? ഫാലസി ഓഫ് ഡിവിഷൻ. ഇത് അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഫാലസി ഓഫ് ഡിവിഷൻ വന്നേനെ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്തേക്കുന്നത് ഫാലസി ഓഫ് ഡിവിഷനും ആണ്. അത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ഓൾമോസ്റ്റ് കുറേ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കുറേ ഏരിയ അല്ല, ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താനും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. ഓക്കെ, താങ്ക് യു.